നമസ്കാരം. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരുന്നു എങ്ങനെ മ്യൂച്വൽ ഫണ്ടിൽ ചേരാം. ഒരു 3 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് ഉള്ളത് ഒന്നിലാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്ത് കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അവർ അഡ്വൈസറായിട്ട് നിന്ന് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ചേരാം. ഇനി അടുത്ത് ഓൺലൈൻ ആപ്പുകൾ ഒത്തിരി ഉണ്ട്. അതിലേതെങ്കിലും പോയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് തന്നെ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാം എന്നുള്ളതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇനി അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ ഇതിൽ ഏതാണ് നല്ലത്? ഞാൻ ഓൺലൈനായിട്ട് നിക്ഷേപിക്കുന്നതാണോ അതോ ഓഫ്ലൈനായിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് നിക്ഷേപിക്കുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഓൺലൈനായിട്ട് നിക്ഷേപിക്കുമ്പോൾ ലാഭം, അതേമാതിരി എന്താണ് ഓഫ്ലൈനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ സഹായത്തോടെ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ ലാഭം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഓഫ്ലൈനായിട്ട് നിക്ഷേപിക്കുമ്പോൾ ഒരു കമ്മീഷൻ അഡ്വൈസേഴ്സിന് പോകും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത്തിരി ഒരു ചെറിയൊരു 0.5% ഒരു വ്യത്യാസം നമുക്ക് വരും. അത് അഡ്വൈസേഴ്സിന് കൊടുക്കുന്ന കാശാണ്. അപ്പോൾ ഒരു കോസ്റ്റ് കൂടും. ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ചിലവില്ല. ഇനി നമ്മൾ ഒരു നിക്ഷേപിക്കാൻ പോകുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 3 കാര്യങ്ങളുണ്ട് മെയിനായിട്ട്. ഒന്ന്, നമ്മുടെ ടൈം. നമുക്ക് ഈ നിക്ഷേപിക്കാൻ ഉള്ള ടൈമുണ്ടോ? നമുക്ക് ഒരു തിരക്കില്ലാത്ത ഒരാളാണോ? നമ്മുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ഫ്രീ ടൈം ഉണ്ടോ? ആ ഒരു ടൈം ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞാലും ഓൺലൈനിൽ പോയിട്ട് നിക്ഷേപിക്കുന്നതാണ് ലാഭം. ഇനി നമുക്ക് അതിനുള്ള എക്സ്പേർട്ടൈസ് ഉണ്ടോ? ഒരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കാനുള്ള എക്സ്പേർട്ടൈസ് നമുക്കുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്. ഏതൊക്കെ ഫണ്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ ഒരു സിറ്റുവേഷന് മനസ്സിലായ ഫണ്ട് ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കഴിവുണ്ടോ, അതോ ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് ഏത് ഫണ്ട് ആണ് നല്ലതെന്ന് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അത് എക്സ്പെർട്ടൈസാണ്. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മൾ ഒരു ഫണ്ടിൽ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യം കഴിഞ്ഞില്ല. നമ്മളിത് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു once in a 3 months എങ്കിലും ഫണ്ട് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഡിസിഷൻ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ എപ്പോഴും റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ആ റിവ്യൂ ചെയ്യാനുള്ള സമയം നമുക്കുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. ഇപ്പോൾ ഈ 3 കാര്യങ്ങളും നമുക്ക് എപ്പോഴും ഹെൽപ്ഫുള്ളായിട്ട് വരുന്നത് ഇപ്പോൾ ഒരു അഡ്വൈസേഴ്സിൻ്റെ ഹെൽപ്പ് എടുത്ത് ചെയ്യുമ്പോഴാണ്. ഈ അഡ്വൈസേഴ്സിന് ഇതിനുള്ള ടൈം ഉണ്ടാകും. കാരണം അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് കണ്ടുപിടിക്കുക, നല്ല ഫണ്ടിൽ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള എക്സ്പേർട്ടൈസും അവർക്കുണ്ടാകും. കാരണം അവർ ഒരു കാര്യം മാൻഡേറ്ററി ആയിട്ട് NISM ഒരു കോഴ്സ് തന്നെ കൊടുക്കുന്നുണ്ട് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ട് പഠിക്കാനുള്ള. ആ കോഴ്സ് പഠിച്ച് പാസ്സായാലായിരിക്കും ഈ ഫണ്ട് അഡ്വൈസ് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പേർട്ടൈസ് അവർക്കുണ്ടാവും. പിന്നെ അവർ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യും. വേണ്ട എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ആ അഡ്വൈസും നമുക്ക് കിട്ടും. പക്ഷേ നമ്മൾ ഓൺലൈനായിട്ട് നിക്ഷേപിക്കുമ്പോൾ ഈ ഒരു സഹായം നമുക്ക് മിസ്സായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ചിലവ് കുറഞ്ഞാണ് നിക്ഷേപിക്കുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ ചിലവ് കുറവിൽ നിക്ഷേപിച്ചിട്ട് മോശം ഫണ്ടിൽ നിക്ഷേപിക്കുകയും അതേമാതിരി കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് നമ്മളുടെ ഭാഗത്തുനിന്ന് മിസ്സാവുകയും ചെയ്യണമെങ്കിൽ ആ കോസ്റ്റ് കുറഞ്ഞതിൻ്റെ ലാഭം നമ്മുടെ എൻ്റയർ റിട്ടേണിൽ ഒരു നഷ്ടമായിട്ട് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ മിസ്സാവുന്നത്. പക്ഷേ നമുക്കതിനുള്ള സമയമുണ്ട്, നമുക്കതിനുള്ള എക്സ്പേർട്ടൈസ് ഉണ്ട്, നമുക്കത് മോണിറ്റർ ചെയ്യാനുള്ള ക്ഷമയും താല്പര്യവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് നല്ലത് തന്നെയാണ്. അപ്പോൾ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഓൺലൈനാണോ ഓഫ്ലൈനാണോ ഏതാണ് നല്ലതെന്നുള്ളത്. അതെല്ലാനും നിശ്ചയിക്കുന്നത് നമ്മുടെ ഒരു പ്രൊഫൈൽ അനുസരിച്ചാണ്. നമുക്ക് ഈ പറഞ്ഞ എക്സ്പേർട്ടൈസും ടൈമും പിന്നെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു മനസ്സും ഉണ്ടോ എന്നുള്ളത്. ആ ഒരു കാരണം നോക്കുമ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മൾ ഏത് അഡ്വൈസറുടെ അടുത്ത് പോകുക എന്നുള്ളത്. അത് വേണമെങ്കിൽ നമുക്കൊരു ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. നമുക്ക് ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് എങ്ങനെ ഒരു നല്ല അഡ്വൈസറെ കണ്ടെത്തണം എന്നുള്ളതിനെ പറ്റി സംസാരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഡിസ്കഷനിൽ നിന്ന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെ ഓൺലൈനിലേക്ക് ടൈപ്പ് എടുക്കണോ അതോ ഓഫ്ലൈനിൽ എടുക്കണോ എന്നുള്ളതിനെ പറ്റിയിട്ട്. ഇതിൽ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഓൺലൈനായിട്ട് നിക്ഷേപിച്ചിട്ടുണ്ടോ അതോ ഓഫ്ലൈനായിട്ട് നിക്ഷേപിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ഷെയർ ചെയ്യണമെങ്കിൽ നമ്മുടെ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ ഇനിയും അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണും വരെ ബൈ. താങ്ക് യു.